ഞങ്ങളുടെ ടീച്ചർമാരൊക്കെ കണ്ടാലും പറയും, ശ്രീറാമേ നീ ഇത്രയും നിലയിൽ വന്നു ഞങ്ങൾക്ക് അറിയാൻ പറ്റിയില്ല, എങ്ങനെ വന്ന് നീ എങ്ങനെ ഇങ്ങനെ ആയെന്ന് എല്ലാവരും അത്ഭുതപ്പെടുന്നത്. വേലയുണ്ട്, കറക്റ്റ് ഇങ്ങനെ എയിം ചെയ്യാൻ പറ്റില്ല എന്നെ കൊണ്ട്, കാരണം കൈ വരയ്ക്കുന്നുണ്ടോ, എയിം ചെയ്യാൻ പറ്റില്ല. പക്ഷെ കാണുന്നവർക്ക് അറിയത്തില്ല അത്. ഞാൻ പോകുമ്പോൾ കീറി പോകും കേട്ടോ, ഈ മുള്ളു കൊണ്ടാ. ഞാൻ പഴയ പാൻറ് ഇതൊക്കെ കീറി അവൻ വാങ്ങിച്ചിരുന്ന ഷൂ അത്. 21 ദിവസം ഒന്നും കഴിക്കുന്നില്ല ഫുഡ്, ഇതുവഴിയാ ഫുഡ് പോകുന്നത്, ഫുഡ് ഗുളികയെല്ലാം. 5 ദിവസം കഴിഞ്ഞാൽ പറയാൻ പറ്റൂ ഇവൻ ജീവിക്കുവോ ഇല്ലയോ ചത്തു പോകുമെന്ന് പിന്നെ പറയാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ്. ഈ ഷൂ ഇട്ട് ഓടി ജയിച്ചു എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര അത്ഭുതമായിരുന്നു. ഇത് നിനക്ക് നല്ല കഴിവുണ്ടാ, എൻ്റെ പൈസ ഇല്ല വാങ്ങിച്ചു തരാൻ. അപ്പൊ ഞാൻ എൻ്റെ ഷൂ നിനക്ക് തരാം സ്പൈക്ക്. ഇടിച്ചപ്പോൾ ഞാൻ ഹോമാ സ്റ്റേജിൽ പോയി. അത് ഭയങ്കര ക്രിട്ടിക്കൽ കണ്ടീഷൻ ആയിരുന്നു. പിന്നെ എഴുതാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എനിക്ക് തല ഒരു സൈഡ് ചെരിഞ്ഞിരിക്കും, ഇങ്ങനെ നടക്കുന്നത് ഞാൻ ചെരിഞ്ഞിരിക്കും. അപ്പോൾ ഭയങ്കര പാടായിരുന്നു. ഓരോരുത്തർ ഓരോന്ന് പറയും, കളിയാക്കും. അത് ഞാൻ ഈ ചെവിക്കൂടെ കളയും. എനിക്ക് ആരും സഹായിച്ചില്ലെങ്കിൽ ഇല്ലെങ്കിലും ഞാൻ ജയിക്കണം, എനിക്ക് ഇന്ത്യക്ക് വേണ്ടി കളിക്കണം, ജയിക്കണം തീർച്ചയായിട്ടും. ഞാൻ ഇപ്പോൾ പ്രാക്ടീസിന് വന്നേ, കുറേ ദിവസമായി പ്രാക്ടീസിന് വന്നിട്ട്. കാരണം ഗോവയിൽ നാഷണൽ മത്സരം ഉണ്ടായിരുന്നേ, അതിൽ മെഡൽ വാങ്ങിച്ചു. എന്നാലും അടുത്ത മത്സരം വരും ഇന്റർനാഷണലൊക്കെ, അതിന് നല്ലപോലെ പ്രാക്ടീസ് ഉണ്ടെങ്കിൽ ജയിക്കാൻ പറ്റും ഇന്ത്യക്ക് വേണ്ടി. എനിക്ക് ആരും സഹായിച്ചില്ലെങ്കിൽ ഇല്ലെങ്കിലും ഞാൻ ജയിക്കണം, എനിക്ക് ഇന്ത്യക്ക് വേണ്ടി കളിക്കണം, ജയിക്കണം തീർച്ചയായിട്ടും. ഇപ്പം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇന്റർനാഷണൽ ആണ്. ഇപ്പോൾ ഞാൻ നാഷണൽ ജയിച്ചിട്ടുണ്ട്, 400 മീറ്ററിൽ ഫസ്റ്റ് ഗോൾഡാണ് അടിച്ചത്. നല്ല ടൈമിങ്ങിലാണ്. കഴിഞ്ഞ വർഷം ടൈമൊക്കെ 1 മിനിറ്റ് 2 സെക്കൻഡൊക്കെ ആയിരുന്നു. ഇപ്പം റെക്കോർഡ് ടൈമിനോടെ കിട്ടിയത് നാഷണൽ. അപ്പം തീർച്ചയായിട്ടും ഇന്റർനാഷണൽ കേരള ഗവൺമെന്റ് വിചാരിച്ചാൽ തീർച്ചയായിട്ടും കൊണ്ടുപോകും തന്നെ. ഇന്ത്യ ഗവൺമെന്റിന്റെ കളിക്കാൻ കൊണ്ട് ഇന്ത്യക്ക് വേണ്ടി കളിക്കും ഞാൻ. അത് ഇതിട്ടാ ഞാൻ മഹാരാഷ്ട്രയിൽ ഞാൻ ആദ്യമായിട്ട് ജയിക്കുന്നത്. ഒരു ബ്രോൺസ് വാങ്ങിച്ചു മഹാരാഷ്ട്രയിൽ, കേരളത്തിന് വേണ്ടി കളിച്ചു. ഡൽഹി കേലോ ഇന്ത്യ, അത് പറഞ്ഞാൽ ചിരിച്ചു. എല്ലാവരും അവിടെ ഉള്ളവർ തന്നെ ചോദിച്ചു എന്നോട്, മോനെ എല്ലാവരും സ്പൈക്സ് ഇട്ടാ ഓടുന്ന, പ്രാക്ടീസ് ഒക്കെ കൊണ്ട് നല്ലപോലെ മോനെ കൊണ്ട് പറ്റുമോ എന്ന് ചോദിച്ചു. അവിടെ റെഫറി എല്ലാം എന്ത് പറയുന്നത്, അവർ നിൽക്കത്തില്ല. അവർ ചോദിച്ചു എന്നോട് പറ്റുമോ. ഞാൻ പറഞ്ഞ് എനിക്ക് വിശ്വാസമുണ്ട്, ഞാൻ ജയിക്കും, എനിക്ക് സ്പൈക്സിന്റെ ആവശ്യം. പിന്നെ അവർ കുറച്ച് തരംതാഴ്ത്തി തന്നെ. ഈ ഷൂ ഇട്ട് ഓടി ജയിച്ചു എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര അത്ഭുതമായിരുന്നു. എൻ്റെ കൂട്ടുകാരൻ ഉണ്ടായിരുന്നു, കൂട്ടുകാരൻ്റെ അവിടെ ഗ്രൗണ്ട് പ്രാക്ടീസ് ചെയ്യുന്നത്, അവൻ IRBക്ക് വേണ്ടി ചെയ്യുന്നത്. അവന് ഇവർ അശ്വിൻ പുന്നലുള്ള. അപ്പം അവൻ പറഞ്ഞ് ഇത് നിനക്ക് നല്ല കഴിവുണ്ടാ, എൻ്റെ പൈസ ഇല്ല വാങ്ങിച്ചു തരാൻ. അപ്പം ഞാൻ എൻ്റെ ഷൂ നിനക്ക് തരാം സ്പൈക്ക്, അതിട്ടാൽ നിനക്ക് കുറച്ചുകൂടെയും സ്പീഡ് കിട്ടും, നീ കുറച്ചുകൂടെയും നല്ലപോലെ ഓടാൻ പറ്റും. അപ്പം എനിക്കിത് അവിടെ കൊണ്ടുപോയി കീറി പോകും കേട്ടോ, ഈ മുള്ളു കൊണ്ടാ. പഴയ പാൻറ് ഇതൊക്കെ കീറി അവൻ വാങ്ങിച്ചിരുന്ന ഷൂ അത്, അവൻ്റെ ഷൂ ആയിരുന്നു. അവന് കുറച്ച് ദിവസം തന്നു, ഞാൻ കൊടുത്തില്ല ഇതുവരെ, അവന് കൊടുക്കണം കൊണ്ടുപോയി. ഇത് സൂക്ഷിച്ചു, ഇല്ലെങ്കിൽ ബാഗ് കൊണ്ടുപോകുമ്പോൾ കീറി പോകും എല്ലാം. ബാഗും എല്ലാം ഇപ്പൊ പിന്നെ വാങ്ങിച്ച ഒരാളില്ല, പിന്നെ അതും എല്ലാം പോകും. പിന്നെ സ്പോർട്സിന് പോകാൻ പറ്റത്തില്ല. ഇത് ചെറുതാണ് എനിക്ക്. അവൻ തന്നെ പറഞ്ഞ് ഇത് ടൈറ്റ് ആയിരിക്കോടാ. അവൻ പറഞ്ഞ അകത്ത് ഈ സംഭവം ഇല്ല, അണ്ട് ഇത് ഇളക്കി കളഞ്ഞാൽ കുറച്ചും കൂടെ ലൂസ് ആവുമെന്ന് പറയും. ഞാൻ അത് ഇളക്കി കളഞ്ഞിട്ടാണ് ഇടുന്നത് ഞാൻ. പിന്നെ ഇത് ഭയങ്കര ടൈറ്റ് വന്നാലും ഞാൻ ഓടുന്ന സമയം മാത്രമേ ഇടത്തുള്ളൂ. പിന്നെ അങ്ങ് ഊരി മാറ്റി ഞാൻ. കുറച്ച് കാല് വേദന എടുക്കും, ഭയങ്കര വേദനയാണ്. ഓടുന്നവർ കണ്ട ഒരു പ്രശ്നമില്ലല്ലോ, അതിനെ കണ്ട റിവ്യൂ കൊടുക്കും, അങ്ങനെ എന്നൊക്കെ പറയും. പക്ഷെ എൻ്റെ കാര്യം എനിക്കെല്ലാം അറിയാൻ പറ്റും, എൻ്റെ കഷ്ടപ്പാട് എന്ത് വന്നും ഡോക്ടറിന് അറിയാം. എൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ട്, സർട്ടിഫിക്കറ്റ് എന്ന ഡോക്ടർമാർ ചുമ്മാ അല്ല തരുന്നത്. അപ്പോൾ അവർക്കും അറിയാൻ പറ്റും എന്തുകൊണ്ടാണ് തരുന്നത്. അപ്പോൾ ഞാൻ പറയും, എനിക്ക് 2015 മാർച്ച് 9 മറക്കില്ല ഡേറ്റ്. ഞാൻ ഫൈനൽ എക്സാം സമയം 9ാം ക്ലാസ്സിൻ്റെ. അപ്പോൾ ഒരു ആക്സിഡന്റ് ആയി. എനിക്ക് ഈ കാല് ചെറുതായി, ഈ കാലത്ത് വലിയതായി കാല്, ചേരത്തിലോട്ടും കാല് വേദന എടുക്കും. അപ്പം ഒരു ആക്സിഡന്റ് ആയിരുന്നേ. ആക്സിഡന്റ് ആയ സമയം ഞാൻ ഇച്ചിരി സീരിയസ് ആയി. എനിക്ക് ഞങ്ങൾ ഫാമിലിയോടെ പോയി 4 പേര് ആൾട്ടോ കാറിൽ ഒരു ലോറി ഇടിച്ച് തമിഴ്നാട് കേരള ബോർഡർ വെച്ച് ഇടിച്ചപ്പോൾ ഞാൻ ഹോമാ സ്റ്റേജിൽ പോയി. 5 ദിവസം കഴിഞ്ഞാൽ പറയാൻ പറ്റൂ ഇവൻ ജീവിക്കുവോ ഇല്ലയോ ചത്തു പോകുമെന്ന് പിന്നെ പറയാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ്. അപ്പോൾ ആ വിഷമം അച്ഛനോട് മാത്രമേ പറഞ്ഞുള്ളൂ, ആരോടും പറഞ്ഞില്ലല്ലോ. ഡോക്ടർ അച്ഛനെ വിളിച്ച് പറഞ്ഞു. അച്ഛൻ ഉടനെ ഭയങ്കര കരച്ചിൽ. അച്ഛൻ ആണുങ്ങളല്ലേ, പുറത്ത് കാണിക്കാൻ പറ്റത്തില്ല വിഷമം. 21 ദിവസം ഒന്നും കഴിക്കുന്നില്ല ഫുഡ്, ഇതുവഴിയാ ഫുഡ് പോകുന്നത്, ഫുഡ് ഗുളികയെല്ലാം. അപ്പം അത് പറയുമ്പോൾ എനിക്ക് എമോഷനായി പോകും പെട്ടെന്ന്. ഭയങ്കര വിഷമം അത് പറയുമ്പം. പിന്നെ അമ്മയും അച്ഛനൊക്കെ എന്നെ നടക്കാൻ പറ്റത്തില്ല, ക്ഷീണിച്ച് ദേഹം ഫുൾ അലർജിയായി. പിന്നെ ചേട്ടനും അമ്മയും തോനെ കഷ്ടപ്പെട്ടു, അമ്മയും അച്ഛനൊക്കെ എന്നെ കൈ പിടിച്ചുകൊണ്ട് വരും, നടക്കാൻ പറ്റത്തില്ല എന്നെ കൊണ്ട്. അപ്പോൾ അവർ പിടിച്ചോണ്ടാണ് നടക്കുന്നത്. അങ്ങനെ ഇപ്പോൾ എല്ലാവരും പറഞ്ഞത് അങ്ങനെ നടന്നുകൊണ്ടിരുന്ന നീയാണ് ഇപ്പോൾ കേരളത്തിന് വേണ്ടി ഓടി മെഡൽ വാങ്ങിച്ചത്, സ്വർണ്ണ മെഡൽ. വിശ്വസിക്കാൻ പോയി ആർക്കും പറഞ്ഞു, ഭയങ്കര അത്ഭുതം എല്ലാവർക്കും. ഞങ്ങളുടെ ടീച്ചർമാരൊക്കെ കണ്ടാലും പറയും, ശ്രീറാമേ നീ ഇത്രയും നിലയിൽ വന്നു ഞങ്ങൾക്ക് അറിയാൻ പറ്റിയില്ല, എങ്ങനെ വന്ന് നീ എങ്ങനെ ഇങ്ങനെ ആയെന്ന് എല്ലാവരും അത്ഭുതപ്പെടുന്നത്. അപ്പോൾ നമ്മൾ പറയും, നീ കഷ്ടപ്പെടുന്നത് നിനക്കേ അറിയാൻ പാടുള്ളൂ, മറ്റു കാണുന്നവർക്ക് അറിയാം, കാണുന്നവർക്ക് നീ ഒന്നുമില്ല, പക്ഷെ നീ എങ്ങനെ കിടന്ന് എങ്ങനെ വന്നതാന്ന് നിനക്ക് മാത്രമേ അറിയൂ പറയും. അമ്മ പറയും, എഴുതാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, എനിക്ക് തല ഒരു സൈഡ് ചെരിഞ്ഞിരിക്കും, ഇങ്ങനെ നടക്കുന്നത് ഞാൻ ചെരിഞ്ഞിരിക്കും. അപ്പോൾ ഭയങ്കര പാടായിരുന്നു. ഓരോരുത്തർ ഓരോന്ന് പറയും, കളിയാക്കും. അത് ഞാൻ ഈ ചെവിക്കൂടെ കളയും. അച്ഛന് പപ്പടം കച്ചവടം, പപ്പടം കടകളിൽ കൊടുത്ത് കച്ചവടമായിരുന്നു. പിന്നെ ഇപ്പോൾ കച്ചവടം കുറച്ച് കുറവാണ്. അത് മാത്രമേ എൻ്റെ ചികിത്സയുടെ സമയത്ത് തോന്നെ പൈസ ചിലവായി, അച്ഛന് കുറേ കളഞ്ഞത്. അത് എനിക്കെന്താ ആശുപത്രി കാണിച്ച ചിലവ് മാത്രമല്ല, പിന്നെയും ഇത് ശരിയാവണമെന്ന് പറഞ്ഞാൽ അക്യൂപഞ്ചർ, ട്രിവാൻഡ്രം, എറണാകുളം,
തിരുനെല്വേലി, മധുര, ചെന്നൈ എന്ന് പറഞ്ഞ പല പല ആശുപത്രിയിൽ പോയി. ഞങ്ങൾ പല പല ഡോക്ടറെ കാണിച്ചു. കൊല്ലത്തൊക്കെ ഞങ്ങൾ അമേരിക്കൻ ഡോക്ടർ, എറണാകുളത്ത് ഒരു അമേരിക്കൻ ഡോക്ടർ ഉണ്ട്, നമ്മുടെ അമൃതാമ്മയുടെ ഹോസ്പിറ്റലില്ലേ അവിടെയൊക്കെ പോയായിരുന്നു. പിന്നെ ആലപ്പുഴ അക്യൂപഞ്ചർ, അങ്ങനെ തോനെ ഹോസ്പിറ്റലിൽ പോയായിരുന്നു. പോയി 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 എവിടെയും ശരിയാവുന്നില്ല അത്. ഇപ്പം എനിക്ക് കൈ വിറയ്ക്കും, എഴുതാൻ പറ്റത്തില്ല. ഇപ്പം ഉദ്ദേശം ഒരു ഇലയുണ്ടല്ലോ, ഇലയുണ്ട്, കറക്റ്റ് ഇങ്ങനെ എയിം ചെയ്യാൻ പറ്റില്ല എന്നെ കൊണ്ട്, കാരണം കൈ വിറയ്ക്കുന്നുണ്ടോ, എയിം ചെയ്യാൻ പറ്റില്ല. പക്ഷെ കാണുന്നവർക്ക് അറിയത്തില്ല അത്. ഞാൻ പുറത്ത് കാണിക്കത്തില്ല, അടുത്ത് പറയത്തുമില്ല എൻ്റെ വിഷമം. എൻ്റെ വിഷമം അകത്തിൻ്റെ ഇരിക്കും. കാണുന്നവർക്ക് പറയും ഇവൻ എന്തോ ഒരു കുഴപ്പമില്ല, ഇവൻ ഓടുന്നു വരുന്നു മെഡൽ ജയിക്കുന്നു പോകുന്നു, ഇവനെന്തോ കുഴപ്പം, ഇവനെന്തോ അങ്ങനെ ചോദിക്കുന്നത്. ഞാൻ ഈ ഇവിടെ കെട്ടി എല്ലാവരും പറയും എന്നോട്, ഈ പുനലൂർ എന്ന് പറഞ്ഞ നാട് കേരള ഫുള്ള് അറിയപ്പെടുന്നു, ഇന്ത്യ ഫുള്ളും. അതാണ് എൻ്റെ എയിം.